നമസ്കാരം. PS ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 23/4/2025 നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ഓൺലൈനായി നടന്ന പരീക്ഷയിലെ 80 GK ക്വസ്റ്റ്യൻസാണ്. 80 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എന്താക്കണം, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം സ്വയം നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് നിൽക്കുക. ശരി ഉത്തരം വരുന്ന ഓപ്ഷനോട് കടന്നു പോവുക. ശരി ഉത്തരം വന്നാൽ ഒരു മാർക്ക്, നെഗറ്റീവ് ഇനി എന്താണ് 3 മാർക്ക് വരുമ്പോൾ 1/3 മാർക്ക് എന്നൊക്കെ നിങ്ങൾ സ്വയം കാൽക്കുലേറ്റ് ചെയ്യണം. ഈ വീഡിയോൻ്റെ താഴെ നിന്നിട്ട് നിങ്ങൾ മാർക്ക് കമൻറ്റും കൂടി ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ പഠന നേർരേഖയിലാണോ, നല്ല കറക്റ്റ് ഇതിലാണോ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ ഒരു ഉപാധിയായിട്ട് ഈ എക്സാമിനെ കാണണം. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപപ്രധാനമന്ത്രി ആരാണ്? നിലവിലെ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി ആരാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം അല്ലേ? ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല, നിങ്ങൾ ഉത്തരത്തിലേക്ക് കടക്കണം. ഓക്കെ അല്ലേ? ഉത്തരം സ്വയം കടക്കണം. ഓക്കെ അല്ലേ? യെസ്, നമുക്കറിയാം ഓപ്ഷൻ എ എന്താണ്, ജഗദീപ് ധൻഖർ ആണ് അല്ലേ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. ആരാണ് കൂട്ടുകാരെ? യെസ്, എന്താണ്, ജഗദീപ് ധൻഖർ ആണ്. അപ്പോൾ ഇനി ഈ പരീക്ഷ നമ്മുടെ എക്സൈസും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഒക്കെ എഴുതുന്ന ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോഴത്തെ നിയമനങ്ങൾ വേണമെങ്കിൽ ഒരു ക്ലാസ് എടുക്കാം. ഇപ്പോഴത്തെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ പറയണം, ഉപരാഷ്ട്രപതി ആരാണ്? അത് ജഗദീപ് ധൻഖർ ആണ് അല്ലേ? ജഗദീപ് ധൻഖർ ആണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. ഒന്ന് ഓർത്തു വെക്കാം. എങ്കിൽ നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി ആര്? ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ ആരാണ് എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി എന്താണ്, ശതവാഹനന്മാർ. ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ ശതവാഹനന്മാരാണ്. ശതവാഹനന്മാർ. ഓക്കെ അല്ലേ? എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരമാണ്. എന്താണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ കോളത്തിന് അനുയോജ്യമായ ബി കോളത്തിൽ നിന്നും ശരി ഉത്തരം കണ്ടെത്തുക എന്നാണ് ചോദ്യം. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത് എപ്പോഴാണ്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഏത് വർഷമാണ്? പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ഏത് വർഷമാണ്? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം ഏത് വർഷമാണ് എന്നാണ് ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് പഠിക്കാം. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത് 1498 നമുക്കറിയാം അല്ലേ? 1498. അപ്പം ഓപ്ഷൻ എല്ലാം എ വരുന്നുണ്ട് അല്ലേ? എല്ലാം എ വരുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടില്ല. നമുക്ക് രണ്ടാമത് നോക്കാം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപിച്ച വർഷം 1602 അല്ലേ? 1602. ഓപ്ഷൻ ബി വരുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ 4 അല്ലേ? 4 വരുന്നത്, ബി 4 വരുന്നത് ഏതൊക്കെയാണ്? യെസ്, ഇത് 3 വരുന്നത്. 3 അതവിടെ നിൽക്കട്ടെ. ഇനി പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്ത വർഷം എപ്പോഴാണ് കൂട്ടുകാരെ? പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് നമുക്കറിയാം 1510 അല്ലേ? 1510. ഈ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് 1510 എന്നറിയുന്ന എല്ലാ കൂട്ടുകാർക്കും എന്താണ് ഇതിൻ്റെ ഉത്തരം കിട്ടൂലേ? കാരണം C1 കൊടുത്തത് ഏത് മാത്രമാണ്? യെസ്, ഇത് മാത്രമാണ് അല്ലേ? ഇപ്പോൾ ശരി ഉത്തരം ഏതാണ്? യെസ്, ഓപ്ഷൻ ബി ആണ്. ഇനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം അത് അറിയുന്ന ആൾക്കാർക്ക് എന്താണ് ഇത് വേഗം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. എപ്പോഴാണ്? 1664. ഒന്നുകൂടി പറയാം. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത് 1498 കോഴിക്കോട് കപാട് കടപ്പുറത്താണ് അല്ലേ? അപ്പം പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് 1510. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1602. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1664 കൂടി ഓർത്ത് വെക്കാം. ഓക്കെ അല്ലേ? യെസ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലഗണന എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറിച്യർ കലാപം തന്നിട്ടുണ്ട്, വേലുത്തമ്പിയുടെ കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം. ഇത് നമുക്ക് എന്താക്കാം, ഓരോ വർഷങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കുറിച്യർ കലാപം. ഒന്നാമത്തത് കുറിച്യർ കലാപം അല്ലേ? കുറിച്യർ കലാപം നടന്ന വർഷം 1812. കുറിച്യർ കലാപം 1812. വേലുത്തമ്പി കുണ്ടറവിളമരം 1809. ആറ്റിങ്ങൽ കലാപം 1721. പഴശ്ശി കലാപം 1793 to
1797 അല്ലേ ഒന്നാം കാലഘട്ടം. യെസ്. അപ്പം ശരിയായ കാലക്രമത്തിൽ നോക്കിയാൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? 3 വരും. 1721. പിന്നെയോ പഴശ്ശി അല്ലേ, പിന്നെ പഴശ്ശി. പിന്നെ വരുന്നത് കുണ്ടറ വേലുത്തമ്പി 2. പിന്നെ വരുന്നത് 1. അപ്പോൾ 3, 4, 2, 1. 3, 4, 3, 4, 2, 1. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? യെസ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പം ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. അത് എന്താണ്? ശരിയായ പ്രസ്താവനയാണ് അല്ലേ. കേന്ദ്രത്തിലും പ്രവിശ്യയിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക, അത് തെറ്റായ പ്രസ്താവനയാണ്. പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, ശരിയാണ്. ഖിലാഫത്ത് പ്രശ്നത്തിന് പരിഹാരം കാണുക, അതും ശരിയായ ഓപ്ഷൻ. ഇതിൽ ശരിയായിട്ട് വന്നത് ഓപ്ഷൻ ബി ആണ്. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെടാത്തത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ. യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിൻസെപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി ആര്? പ്രിൻസെപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി ആര് എന്നാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഏതാണ് കൂട്ടുകാരെ? യെസ്, അഗസ്റ്റസ് സീസർ ആണ്. ഓപ്ഷൻ എ അഗസ്റ്റസ് സീസർ ആണ് പ്രിൻസെപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി. ഓക്കെ അല്ലേ? ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? 7ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏത്? താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്? യെസ്, പമ്പയാണ് അല്ലേ. പമ്പ. താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ്? അത് പമ്പയാണ്. ഇനി നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതെന്ന് ചോദിച്ചാൽ പറയണം. എന്താണ്? രുദ്രസാഗർ തടാകം. രുദ്രസാഗർ തടാകം. നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം എന്ന് ചോദിച്ചാൽ പറയണം രുദ്രസാഗർ തടാകമാണ്. രുദ്രസാഗർ തടാകം. ഇനി സമയമേഖലയിൽ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ് കൂട്ടുകാരെ? സമയമേഖലയിൽ ഏറ്റവും കൂടുതലുള്ള രാജ്യം ചോദിച്ചാൽ പറയണം അത് ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. സമയമേഖലയിൽ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? അത് ഫ്രാൻസ് ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ. അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് എന്താണ്? അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയ എന്ന് ചോദിച്ചാൽ പറയണം അത് ശിലാവൽക്കരണമാണ്. ഏതാണ്? ഓപ്ഷൻ സി ശിലാവൽക്കരണം. അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയയാണ് ശിലാവൽക്കരണം. ഇനി എന്താണ്? ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? യെസ്, മധ്യപ്രദേശിലാണ്. എവിടെയാണ്? മധ്യപ്രദേശിലെ ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നു കൂട്ടുകാരെ? അത് മധ്യപ്രദേശാണ്. ഓക്കെ അല്ലേ? ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സോനാമാർഗ് തുരങ്കം ഏത് ദേശീയ പാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സോനാമാർഗ് തുരങ്കം ഏത് ദേശീയ പാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ദേശീയപാത 1. ഏതിലാണ്? ദേശീയപാത 1. സോനാമാർഗ് തുരങ്കം ഏത് ദേശീയ പാതയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ പറയണം അത് ദേശീയപാത 1. ഓക്കെ അല്ലേ? യെസ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചുവടെ നൽകിയിട്ടുള്ളവയിൽ 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് ചോദ്യം. ഇതാണ് താഴെ തന്നിരിക്കുന്നവയിൽ 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഇത് ശരിയായ പ്രസ്താവന വരുന്നത് 1ഉം 3ഉമാണ്. 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. എത്രയാണ്? 4 ലക്ഷം വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെയുള്ള വരുമാനത്തിന് 5% നികുതി. 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെയുള്ള വരുമാനത്തിന് 5% നികുതി എന്നാണ്
ഈ രണ്ട് പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവന. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ്? 2ഉം 3ഉം. ഓപ്ഷൻ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ. നമുക്ക് നോക്കാം, ശരിയായ പ്രസ്താവന നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിതമായത് അല്ലേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിതമായി. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത് 1975 റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത് 1975. എന്തുകൊണ്ടാണ് ഒന്നാമത്തെ പ്രസ്താവന തെറ്റായിട്ട് വന്നത്? ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് 1967 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു എന്നാണ് പറഞ്ഞത്. അത് തെറ്റല്ലേടാ? തെറ്റല്ലേ? എത്രയാണ്? 1969 14 ബാങ്കുകൾ അല്ലേ? 1969 14 ബാങ്കുകളാണ് എന്ന് ദേശസാൽക്കരിച്ചത്. അതാണ് തെറ്റ്, അത് ഓർത്തു വെക്കുക. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിതമായി. റീജിയണൽ റൂറൽ ബാങ്കുകൾ 1975 സ്ഥാപിതമായത്. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ഓക്കെ, നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ളവയിൽ GST ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതൊക്കെയാണ്? ചുവടെ നൽകിയിട്ടുള്ളവയിൽ GST ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. വിനോദ നികുതി, അതുപോലെ പ്രവേശന നികുതി, പരസ്യ നികുതി, ഇവയൊക്കെ എന്താണ്? നമ്മുടെ GST ലയിച്ച നികുതികളാണ് അല്ലേ? ഓപ്ഷൻ ഡി വരും. അപ്പം 1, 2, 3 ഈ 3ഉം എന്താണ്? GST ലയിച്ച പ്രധാന നികുതികളാണ്. ഇതൊക്കെയാണ് വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതി. ഓക്കെ അല്ലേ? യെസ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. 1995 നോബൽ സമ്മാനം ലഭിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആര്? അമർത്യ സെൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണോ? അത് തെറ്റായ പ്രസ്താവനയാണ് അല്ലേ? 1995 എന്നാണ് പറഞ്ഞത്. 1998 1998 നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആര്? നമ്മുടെ അമർത്യ സെൻ അല്ലേ? രണ്ടാമത്തെ പ്രസ്താവന ശരിയായ പ്രസ്താവന നമുക്ക് നോക്കാം. ദാരിദ്ര്യരേഖ നിർണയത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി. ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി ശരിയായ പ്രസ്താവനയാണ്. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. ഓക്കെ അല്ലേ? അപ്പം ഓപ്ഷൻ 2ഉം 3ഉമാണ് ശരി. അതായത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓർത്തു വെക്കുക. 1998 നോബൽ സമ്മാനം ലഭിച്ച എന്താണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എന്നാണ് അമർത്യ സെൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ആണവ ധാതുക്കളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ എന്നാണ് ചോദ്യം. ഈ 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഈ ശരിയായ 3 പ്രസ്താവനകളും ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവ ധാതുക്കൾ. ശരിയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവ ധാതുക്കൾ. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ യുറേനിയം നിക്ഷേപമുണ്ട്. ശരിയായ പ്രസ്താവനയാണ്. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്. അതുപോലെ മോണോസൈറ്റ്, ഇൽമാനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. മോണോസൈറ്റ്, ഇൽമാനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. ശരിയായ പ്രസ്താവന. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ കാർഷിക വിളയായ നെല്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. ശരിയല്ലേ? ശരിയാണല്ലേ? നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. ശരിയല്ലേ? ശരിയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ശരിയായ പ്രസ്താവനയാണല്ലേ? ഇന്ത്യയിലെ പ്രധാന കാർഷിക വിളയായ നെല്ല് മുഖ്യ ഭക്ഷ്യവിള തന്നെയാണ് അത് ഈ നെല്ലല്ലേ? നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഓപ്ഷൻ ഡി. ഈ 3 ഓപ്ഷനുകളും ശരിയായ ഉത്തരമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം പാർലമെന്റിൽ ഉണ്ടെന്ന് പ്രഖ്യാപിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. തെറ്റല്ലേ? തെറ്റാണ്.
തെറ്റാണല്ലേ. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനുണ്ടെന്ന് കോടതി പ്രഖ്യാപിച്ചത് കേശവാനന്ദ ഭാരതി കേസിലല്ല അല്ലേ. രണ്ടാമത് നോക്കാം. കേന്ദ്ര സർക്കാർ 1976 42ാം ഭരണഘടനാ ഭേദഗതി കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയുടെ ആവേശത്തിൽ നടത്തിയതാണ്. ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി കൂട്ടിച്ചേർത്തത് കേശവാനന്ദ ഭാരതി കേസിലാണ്. ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല. അതും ശരിയായ പ്രസ്താവനയാണ്. ഇതിൽ BCD ഇവ ശരിയായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി BCD. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയണം അത് അതിർത്തി നിർണയ കമ്മീഷൻ. ആരാണ്? അതിർത്തി നിർണയ കമ്മീഷൻ. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം അത് അതിർത്തി നിർണയ കമ്മീഷനാണ്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചുവടെ ചേർത്തിരിക്കുന്നു. ശരിയായവ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഇതിൽ ശരിയായവ ഓപ്ഷൻ ബി, ഡി എന്നിവയാണ്. നമുക്കറിയാം സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങൾ കൺകർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ഭേദഗതിയിലൂടെയാണ്. ഏത് ഭേദഗതി? 1976 42ാം ഭരണഘടനാ ഭേദഗതി. എന്താണ്? സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങൾ കൺകർ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇനി കേശവാനന്ദ ഭാരതി കേസ് സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ബിയും ഡിയുമാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏത്? ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം എന്ന് ചോദിച്ചാൽ എന്ന് പറയും കൂട്ടുകാരെ? അനുച്ഛേദം 243 ഡി ആണ്. 243 ഡി. ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദമാണ് അനുച്ഛേദം 243 ഡി. 243 ഡി. ഓക്കെ അല്ലേ? ഇനി താഴെ പറയുന്ന വിഷയങ്ങൾ കൺകർ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്? കൺകർ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഇതിൽ ഓപ്ഷൻ ബി, BEG ഇവയാണ് ശരിയായിട്ടുള്ളത്. നമുക്ക് നോക്കാം. BEG എന്താണ്? ബി, മായം ചേർക്കൽ, അതുപോലെ തന്നെ തൊഴിൽ സംഘടനകൾ, അതുപോലെ തന്നെ വിവാഹവും വിവാഹമോചനവും. മായം ചേർക്കൽ, തൊഴിൽ സംഘടനകൾ, വിവാഹമോചനം ഇവ കൺകർ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളാണെന്നും കൂടി ഓർത്തു വെക്കുക. ഇനി ഇന്ത്യൻ ഭരണഘടന മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകൾ ചുവടെ ചേർത്തിരിക്കുന്നു. ചേരുംപടി ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. ഇനി വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു, ചേരുംപടി ചേർക്കുക. ഒന്നാമത്തത്, ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം ഏത് രാജ്യത്തു നിന്നാണ് കടം കൊണ്ടത്? നമ്മുടെ അമേരിക്കയാണ് അല്ലേ. അമേരിക്ക. ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം അമേരിക്കയിൽ നിന്ന് കടം കൊണ്ടു. അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം കടം കൊണ്ടത് കാനഡയിൽ നിന്നുമാണ്. നമുക്കറിയാം അവശിഷ്ടാധികാരങ്ങൾ കാനഡ. തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ എന്താണ്? ഓപ്ഷൻ എ, അയർലൻഡ് ആണല്ലേ. ഇനിയോ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ. ഇതിൽ ശരിയായിട്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്നുകൂടി ഞാൻ പറയാം. ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നും, അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം കടം കൊണ്ടത് കാനഡയിൽ നിന്നും, തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ അയർലൻഡ്, പാർലമെന്റ് സംയുക്ത സമ്മേളനം എന്ന ആശയം കടം കൊണ്ടത് എവിടെ നിന്നുമാണ്? ഓസ്ട്രേലിയയിൽ നിന്നുമാണ് അല്ലേ. ഓസ്ട്രേലിയ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രധാന കമ്മീഷനുകളും അതിൻ്റെ പ്രാധാന്യം ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രധാന കമ്മീഷനുകളും അതിൻ്റെ പ്രാധാന്യം ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. എന്താണ്
മണ്ഡൽ കമ്മീഷൻ അല്ലേ, മണ്ഡൽ കമ്മീഷൻ. എന്താണ് മണ്ഡൽ കമ്മീഷൻ? യെസ്, രണ്ടാം പിന്നോക്ക കമ്മീഷൻ. ഓപ്ഷൻ 2 വരിക. ഇനി സർക്കാരിയ കമ്മീഷൻ. എന്താണ് സർക്കാരിയ കമ്മീഷൻ വരിക? സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധം പരിശോധിക്കുവാനുള്ള കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. ഇനിയോ ഷാ കമ്മീഷൻ. എന്താണ് ഷാ കമ്മീഷൻ? അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനുള്ള കമ്മീഷനാണ് ഷാ കമ്മീഷൻ. ഷാ കമ്മീഷൻ. ഇനി കോത്താരി കമ്മീഷൻ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ ആണ് കോത്താരി കമ്മീഷൻ. അത് ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ അല്ലേ? അപ്പം മണ്ഡൽ കമ്മീഷൻ എന്താണ്? മണ്ഡൽ കമ്മീഷൻ. രണ്ടാം പിന്നോക്ക കമ്മീഷൻ മണ്ഡൽ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ എന്തിനാണ് സർക്കാരിയ കമ്മീഷൻ വന്നത്? കേന്ദ്ര സംസ്ഥാന ബന്ധം പരിശോധിക്കാണ് സർക്കാരിയ കമ്മീഷൻ. ഷാ കമ്മീഷൻ വന്നത്, ഷാ കമ്മീഷൻ എന്തിനാണ്? അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കുക എന്നതാണ് ഷാ കമ്മീഷൻ എങ്കിൽ, കോത്താരി കമ്മീഷൻ നമുക്കറിയാം ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ. ഓക്കെ അല്ലേ? ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്. ദേശീയ താൽപര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇത് തെളിവാണ്. ആരുടെ അഭിപ്രായമാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഗ്രാൻവിൻ ആൻസ്റ്റിൻ. എന്താണ്? ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്. ദേശീയ താൽപര്യങ്ങളാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവാണ്. ആരുടെ അഭിപ്രായമാണ് ഇത് എന്നാണ് ചോദ്യം. ആരുതാണ്? ഗ്രാൻവിൻ ഓസ്റ്റിൻ. ഓക്കെ അല്ലേ? യെസ്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്തുക എന്നാണ് ചോദ്യം. ഇതാണ് 1988 ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 2024 ജനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു. 2025 ഫെബ്രുവരി 19 മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു. 2021 ജനുവരി 26 സേവനകാലം അവസാനിക്കും എന്ന് പറഞ്ഞത് ആരാണ്? ജ്ഞാനേഷ് കുമാർ എന്നാണ്. ജ്ഞാനേഷ് കുമാർ ആണല്ലേ. ഓപ്ഷൻ എ ജ്ഞാനേഷ് കുമാർ. നെക്സ്റ്റ് 28ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ സംസ്ഥാന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? താഴെ പറയുന്നവയിൽ സംസ്ഥാന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഇതിൽ ഓപ്ഷൻ സി 1, 3 മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അതും ശരിയായ പ്രസ്താവനയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരം. ഓക്കെ അല്ലേ? യെസ്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. നമ്മളെ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നത് എവിടെയാണ്? യെസ്, ഓപ്ഷൻ എ ബോൾഗാട്ടി അല്ലേ. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെയാണ്? അത് ബോൾഗാട്ടിയാണ്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ. വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത് എന്നാണ് ചോദ്യം. ഇതിൽ ശരിയായ പ്രസ്താവനകൾ 1, 2, 4 നമുക്ക് നോക്കാം. 1996 AK ആൻ്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. 1996 AK ആൻ്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. അധ്യക്ഷ, അംഗങ്ങൾ എന്നിവ സ്ത്രീകളായിരിക്കണം. ശരിയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വാർത്താ പത്രികയാണ് സ്ത്രീ ശക്തി. അതും ശരിയായ പ്രസ്താവനയാണ്. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ. സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തെറ്റായ ജോഡി എന്താണ്? സ്നേഹ സാന്ത്വനം. ഓപ്ഷൻ ഡി. ഓപ്ഷൻ 3ാമത്താണ്. എന്താണ്? നമുക്ക് നോക്കാം. മിഠായി അല്ലേ. പ്രമേയ ബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതിയാണ് മിഠായി.
വയോമിത്രം. ഓപ്ഷൻ ബി വയോമിത്രം എന്ന് പറഞ്ഞാൽ 65 വയസ്സിന് മുകളിൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരീക്ഷയാണ് വയോമിത്രം. എന്താണ് സ്നേഹസാന്ത്വനം? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ധനസഹായം എത്തിക്കുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം അല്ലേ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് എന്താണ് സഹായം എത്തിക്കുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം എന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ. ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ പറയണം അത് സീറം. എന്താണ് സീറം അല്ലെങ്കിൽ അതെന്താണ് സീറം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേരാണ് സീറം. ഓക്കെ അല്ലേ. ഇനി മനുഷ്യരിൽ മാംസത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ഏതാണ് എന്ന് ചോദിച്ചാൽ പറയണം അത് ട്രിപ്സിൻ ആണ്. എന്താണ് ട്രിപ്സിൻ. മനുഷ്യരിൽ മാംസ്യത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ഏതാണ് കൂട്ടുകാരെ? അത് ട്രിപ്സിൻ ആണ്. ട്രിപ്സിൻ. ഇനി റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് കൂട്ടുകാരെ? റൈബോഫ്ലാവിൻ ജീവകം B2 അല്ലേ. ജീവകം B2. റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകം B2 ആണ്. ജീവകം B2. ഓക്കെ. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ നൽകിയിട്ടുള്ള സൂചനകളിൽ ഏത് രോഗമാണ് പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ പറയണം എന്താണ് യെസ് മലമ്പനി അല്ലേ. മലമ്പനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2020 റംസാർ സൈറ്റുകൾ ഉൾപ്പെടുത്തിയുള്ള ഉദ്വാ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ജാർഖണ്ഡിലാണ്. ഓപ്ഷൻ സി ജാർഖണ്ഡ്. റംസാർ 2025 റംസാർ സൈറ്റുകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്വാ തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് ജാർഖണ്ഡ്. ഓക്കെ അല്ലേ. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇബ്കയുടെ ആസ്ഥാനം എവിടെയാണ്? എന്താണ് ക്വസ്റ്റ്യൻ? ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ IBCA ഇബ്കയുടെ ആസ്ഥാനം ചോദിച്ചാൽ പറയണം അത് ഡൽഹിയാണ്. എവിടെയാണ്? ഓപ്ഷൻ എ ഡൽഹി. ഇനി ഒരു വസ്തുവിൻ്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പലായന പ്രവേഗം വസ്തുവിൻ്റെ ദ്രവ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു വസ്തുവിൻ്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പലായന പ്രവേഗം വസ്തുവിൻ്റെ ദ്രവ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ പറയണം ദ്രവ്യവുമായി ബന്ധമില്ല. എന്താണ്? ദ്രവ്യവുമായി ബന്ധമില്ല എന്ന് പറയണം. ഓക്കെ അല്ലേ. ഇനി 60 ഡിഗ്രി കോണിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം E ആണ്. ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിൻ്റെ ഗതികോർജം എന്തായിരിക്കും എന്നാണ് ചോദ്യം. എന്താണ്? ഓപ്ഷൻ ബി E/4 എന്നായിരിക്കും. എന്താണ്? E/4. ഓക്കെ അല്ലേ. യെസ്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വലുതും ചെറുതുമായ പിസ്റ്റനുകളുടെ ആരം 10:1 എന്ന അനുപാതത്തിലാണ്. ചെറിയ പിസ്റ്റണിൽ എത്ര ഭാരം വെച്ചാലാണ് 1000 കിലോഗ്രാം ഭാരമുള്ള ഒരു കാർ ഉയർത്താൻ പര്യാപ്തമാകുന്നത്? എത്രയാണ്? ഓപ്ഷൻ എ 10 കിലോ. എത്രയാണ്? ഓപ്ഷൻ എ 10 കിലോ. ഇനി മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിൻ്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഗഗൻയാൻ അല്ലേ. എന്താണ്? മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുവാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഗഗൻയാൻ. ഓക്കെ അല്ലേ. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഇതിൽ 3 പ്രസ്താവനകൾ എന്താണ് ശരിയായ പ്രസ്താവനയാണ്. ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. ശരിയായ പ്രസ്താവനയാണ് അല്ലേ. ജോൺ ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി സാധിച്ചു. കാർബൺ 12ൻ്റെ അടിസ്ഥാനത്തിലാണ് ആറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. കാർബണിൻ്റെ വിവിധ ഐസോടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12 മാത്രമാണ്. ഈ പ്രസ്താവന 3ഉം ശരിയായ പ്രസ്താവനയാണ്. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ജർമ്മൻ സിൽവർ എന്താണ്? കോപ്പർ, നിക്കൽ, സിങ്ക് എന്നീ മൂലകളുടെ സങ്കരമാണ് ഏത്? ജർമ്മൻ സിൽവർ എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ ബി ആണ്. A2ലേക്കാണ് കറക്റ്റായിട്ട് വരിക. ഇനി മിഷ് മെറ്റൽ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? മെറ്റൽ എന്നറിയപ്പെടുന്നത് ഏതാണ് കൂട്ടുകാരെ? യെസ്. ഏതാണ്? നമ്മുടെ
ലാന്തനൈഡുകളുടെ സങ്കരമാണ് അല്ലേ, ലാന്തനൈഡുകളുടെ സങ്കരമാണ് മിഷ് മെൽറ്റ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ചാൽക്കോജനുകൾ എന്താണ് ഗ്രൂപ്പ് 16 ഗ്രൂപ്പ് മൂലകങ്ങൾ, ഹാലോജനുകൾ എന്താണ് 17 ഗ്രൂപ്പ് മൂലകങ്ങൾ. ഇതിൽ ശരിയായിട്ട് ഉത്തരം വരിക ഓപ്ഷൻ സി ആണ്. എന്താണ് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ശരിയായ പ്രസ്താവന എന്താണ്? ഓപ്ഷൻ ബി 2 മാത്രമാണ് അല്ലേ. PH പേപ്പർ ഉപയോഗിച്ച് ശരിയായ പ്രസ്താവന PH പേപ്പർ ഉപയോഗിച്ച് 1 to 40 പരിധിയിൽ 0.05 കൃത്യതയോടെ PH മൂല്യം കണ്ടുപിടിക്കാൻ സാധിക്കും. ശരിയായ പ്രസ്താവനയാണ്. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഇതിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ 1, 3 മാത്രമാണ് ശരിയായ പ്രസ്താവന. നമുക്ക് നോക്കാം. മൂലകങ്ങളുടെ ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോൾ 118 മൂലകങ്ങൾ ഉണ്ട്. ആറ്റോമിക് നമ്പർ 118 മൂലകത്തിന്റെ പേര് ഒഗാനെസൺ. എന്താണ് ഒഗാനെസൺ. ആറ്റോമിക് നമ്പർ 118 മൂലകത്തിന്റെ പേര് എന്താണ്? ഒഗാനെസൺ. ഓക്കെ. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനയിൽ കുറ്റിപ്പുഴ കൃഷ്ണപ്പിള്ളയെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഇതിലെ തെറ്റായ പ്രസ്താവന എന്താണ്? ഓപ്ഷൻ ബി 1922-28 കാലഘട്ടത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ അധ്യാപകനായിരുന്നു എന്നാണ് തെറ്റായ പ്രസ്താവന. ഇനി 47ാമത്തെ ക്വസ്റ്റ്യൻ, MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഇതാണ് ചോദ്യം. എന്താണ് MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ ബി ABD എന്നിവയാണ്. നമുക്ക് ശരിയായ പ്രസ്താവനകളിലൂടെ കടന്നു പോകാം. മാണിക്യക്കല്ലി, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിവ MTയുടെ ബാല്യ സാഹിത്യ കൃതികളാണ്. ശരിയായ പ്രസ്താവനയാണ് അല്ലേ. മാണിക്യക്കല്ലി, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിവ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. ഇനി MT ഗാനരചന നിർവഹിച്ച ചലച്ചിത്രമാണ് വളർത്തുമൃഗങ്ങൾ. ശരിയായ പ്രസ്താവനയാണ്. മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങളാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. എന്താണ്? മനുഷ്യര്, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങൾ ആണ്. ഓക്കെ അല്ലേ. ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ, 2024 നടന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏറ്റവും തെറ്റായ പ്രസ്താവന എന്താണ്? ABD. തെറ്റായ പ്രസ്താവന എന്താണ്? ABC ആണ്. ABC. ശരിയായ പ്രസ്താവന വായിക്കാം. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ശരിയായ പ്രസ്താവനയാണ് അല്ലേ. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഇതാണ് ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നമുക്ക് നോക്കാം. മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെട്ടിയാണ്. ശരി, കാന്താര എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അല്ലേ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെട്ടിയാണ്. ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമയാണ്. മികച്ച പ്രാദേശിക സിനിമ മലയാളം വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം സൗദി വെള്ളക്ക എന്നും മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീയാണെന്നും കൂടി ഓർത്തു വെക്കുക. ഇനി 2022 വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഇതിൽ D മാത്രമാണ് തെറ്റായ പ്രസ്താവന. നമുക്ക് ശരിയായ പ്രസ്താവനയോട് കടന്നു പോകാം. എന്നാൽ 2022 വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രസ്താവന തെറ്റായത് എന്നാണ്. ശരിയായ ഏതൊക്കെയാണ്? ഒളിമ്പിക്സിലെ പ്രധാന വേദി ചൈനയിലെ ബീജിംഗ് നഗരമായിരുന്നു. 91 രാജ്യങ്ങളാണ് ഈ കായികമേളയിൽ പങ്കെടുത്തത്. 1ാം സ്ഥാനത്തെത്തിയ രാജ്യം നോർവേ ആണ്. ഓക്കെ അല്ലേ. അപ്പം 50 GK ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ബാക്കി മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എന്നിവ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് 50 എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ക്വസ്റ്റിൻ്റെ പോക്ക് എന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. സി യു.